ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ഹോം മൈ ഹെവൻ. ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. ഈ 2026 നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഒരുപാടധികം പോസിറ്റീവ് ചേഞ്ചസുകൾ ഉണ്ടാക്കാനുള്ള ഒരു സമയമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈഫിൽ അത്തരം പോസിറ്റീവ് ചേഞ്ചസുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്നാൽ കഴിയുന്നതെല്ലാം ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങളിൽ എത്തിക്കുമെന്നും ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ഒരുപാടധികം നല്ല ശീലങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിച്ചിട്ടും എല്ലാ ദിവസവും മോട്ടിവേഷണൽ വീഡിയോസ് വാച്ച് ചെയ്തിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമായിട്ടുള്ളൊരു ചേഞ്ചസ് ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയെങ്കിലും വിഷമിക്കേണ്ട, നമ്മളിൽ മിക്കവരും അങ്ങനെ തന്നെയാണ്. ഞാനും ഇതുപോലെ തന്നെ ഒരുപാട് നല്ല ഹാബിറ്റ്സുകളും റുട്ടീൻസൊക്കെ ഫോളോ ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ്. അതൊക്കെ ഫോളോ ചെയ്യുകയും ചെയ്യാറുണ്ട്. പക്ഷെ പലപ്പോഴും അത് ഒരുപാട് നാൾ അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റാറില്ല. മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടല്ല എന്നുണ്ടെങ്കിലും എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് അത് ഉപേക്ഷിക്കേണ്ടി വരാറുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അത്തരം പ്രോബ്ലംസിനുള്ള ഒരു സൊല്യൂഷനായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നതിൽ നമ്മുടെ മോർണിംഗ് ടൈമിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് കരുതി ഞാനിന്നിവിടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മോർണിംഗ് റുട്ടീനോ അല്ലെങ്കിൽ ഒരു ടൈം മാനേജ്മെൻറ്റ് ടിപ്പോ ഒന്നുമല്ല നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മറിച്ച് നമ്മളിൽ പലർക്കും അറിയാത്ത നമ്മുടെ മോർണിംഗ് ടൈമിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആ ഒരു ടൈം നമ്മൾ എങ്ങനെ വിനിയോഗിക്കണം, അതായത് ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റുട്ടീൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എണീക്കുന്ന ആ ഒരു സമയത്തെ നമ്മൾ എങ്ങനെ ഇമോഷണലി, ഫിസിക്കലി, മെൻ്റലി ഒക്കെ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ആവണം എന്നതിനെക്കുറിച്ചുള്ള കുറച്ച് ഐഡിയാസാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും. രാവിലെ അലാറം റിങ് ചെയ്യുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ബെഡിൽ നിന്ന് ചാടി എണീക്കുന്ന സ്വഭാവമുള്ളവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്വഭാവം നമുക്ക് പതുക്കെ മാറ്റി തുടങ്ങാം. എന്നിട്ട് ബെഡിൽ നിന്ന് ഒന്ന് എണീറ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് ഇരുന്നിട്ട് ഇന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഡേ സ്റ്റാർട്ട് ചെയ്താലോ? ബെഡിൽ നിന്ന് ചാടി എണീക്കാതെ, എണീറ്റ ഉടൻ തന്നെ ഫോണൊന്നും എടുത്ത് നോക്കാതെ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് ബെഡിലിരുന്ന് ജസ്റ്റ് നമ്മുടെ കൈയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് വളരെ കാമായിട്ട് നമുക്ക് ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നമ്മുടെ ചേഞ്ചസുകൾ കണ്ടു തുടങ്ങും. ഹെൽത്തി ആയിട്ടുള്ള ബോഡിക്ക് നല്ല എക്സസൈസും നല്ല ഹെൽത്തി ഫുഡൊക്കെ അത്യാവശ്യമാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ കാര്യം. നമ്മുടെ മനസ്സ് എപ്പോഴും നല്ല പോസിറ്റീവായിട്ടും ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ് സൈലൻസ് എന്ന് പറയുന്നത്. ഒരു മോർണിംഗിൽ ചെറിയ ഒരു മെഡിറ്റേഷനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഒരുപാട് ഇമോഷണലി സ്ട്രോങ് ആക്കാനും നമ്മുടെ കുറേ പ്രോബ്ലംസിനും പരിഹാരം തരും. ഇനിയിപ്പോൾ മെഡിറ്റേഷനെ പറ്റിയൊന്നും കൂടുതൽ അറിയാത്തവരാണ് നിങ്ങളെങ്കിലും രാവിലെ എണീറ്റ ഉടനെ കുറച്ച് സമയം ഒരു 5-10 മിനിറ്റ് ജസ്റ്റ് നമ്മുടെ ബ്രീത്തിലൊന്ന് ഫോക്കസ് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു മെഡിറ്റേഷൻ തന്നെയാണ്. എണീറ്റ ഉടനെ വളരെ റഷായിട്ട് കിച്ചണിലേക്ക് ജോലികളൊക്കെ തീർക്കാൻ ഓടുന്നതിന് പകരം ജസ്റ്റ് എണീറ്റ് വന്നതിന് ശേഷം ജസ്റ്റ് വിൻഡോ ഒക്കെ ഒന്ന് ഓപ്പണൊക്കെ ചെയ്ത് ജസ്റ്റ് നമ്മൾ ആ ഒരു നേച്ചറൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് നിൽക്കാൻ നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊന്നും ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു 1 മിനിറ്റോ 2 മിനിറ്റ്സോ ധാരാളം. ജസ്റ്റ് ഒന്ന് നേച്ചറൊക്കെ ഒന്ന് നോക്കി ഏർലി മോർണിംഗ് സ്കൈ ഒക്കെ ഒന്ന് നോക്കി നിൽക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ നമ്മുടെ മനസ്സിന് കൊടുക്കുന്ന നല്ല എക്സസൈസുകളാണ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു 5 മിനിറ്റ് കൊണ്ട് ഇതുപോലെ വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് നോക്കി നിൽക്കാറുണ്ട്. സൺറൈസൊക്കെ നോക്കി നിൽക്കാറുണ്ട്. സൺറൈസിൻ്റെയൊക്കെ ഭംഗി ആ ഒരു സമയത്ത് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ജസ്റ്റ് ബാൽക്കണിയിലൊക്കെ ഇറങ്ങി ജസ്റ്റ് പ്ലാന്റുകളും ആ ഫ്ലവറും ഒക്കെ ഒന്ന് നോക്കി നിൽക്കുക. ഇത് പറയുമ്പോൾ ചിലപ്പോൾ തമാശയായിട്ടൊക്കെ തോന്നും, ഓ ഇതിലൊക്കെ ഇത്ര വലിയ കാര്യമുണ്ടോ, ഇതൊക്കെ ഒരുപാട് സമയമൊക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേന്ന്. പക്ഷേ നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ ലൈഫിൽ ചേഞ്ചസുകൾ വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുന്നത്, നമ്മൾ ഇമോഷണലി സ്ട്രോങ് ആവുന്നത് അതെല്ലാം ഇതുപോലത്തെ ചെറിയ കാര്യങ്ങളിൽ നിന്നാണ്. നമ്മൾ ഒരുപാട് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യണം ഓഫ് കോഴ്സ്, പക്ഷേ ഇതുപോലത്തെ ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോഴാണ് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെൻ്റൽ സ്ട്രെങ്ത്തും ഒരു മൈൻഡിനുള്ള ഒരു കാംനെസ്സും ഒക്കെ കിട്ടുന്നത്.
ആദ്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ തമാശയൊക്കെ ആയിട്ട് തോന്നും, പക്ഷെ ഒന്ന് ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും നല്ല ചേഞ്ചസുകൾ നമുക്ക് കണ്ടു തുടങ്ങാൻ പറ്റും. മൈൻഡ് പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ ബോഡിയും. ഒരു പക്ഷേ സ്ഥിര എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരായിരിക്കും, പക്ഷേ എന്നാലും നമ്മൾ എണീറ്റ ഉടനെ ഒരു കുറച്ച് വാം വാട്ടറൊക്കെ കുടിച്ചുകൊണ്ട് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നമ്മുടെ ബോഡിക്ക് കൊടുക്കുന്ന നല്ലൊരു സപ്പോർട്ടായിരിക്കും. ജസ്റ്റ് വാട്ടറൊക്കെ ഒന്ന് വാം വാട്ടറൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് കാമായിട്ട് ഇരുന്നിട്ട് നമുക്ക് കുടിക്കാനുള്ളൊരു സമയം നമുക്ക് കണ്ടെത്താൻ പറ്റണം. ഇതിന് ഒരുപാട് സമയമൊന്നും വേണ്ട. നമ്മൾ സാധാരണ എണീക്കുന്നതിൽ നിന്ന് കുറച്ചൊരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റോ നേരത്തെ എണീക്കാൻ നമ്മളൊന്ന് പ്ലാൻ ചെയ്യണം എന്ന് മാത്രം. അതിനുശേഷം ഇതുപോലെ നല്ല കാമായിട്ടിരുന്ന് ഈ ഒരു സമയത്ത് നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഇന്ന് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ചിന്തിക്കേണ്ട. ജസ്റ്റ് ഒന്ന് കാമായിട്ട് ഇരിക്കുക. ആ ഒരു സൈലൻസ് നമ്മൾ എൻജോയ് ചെയ്യാം. അതേപോലെ തന്നെ രാവിലെ എണീറ്റ് വന്നിട്ട് നമുക്ക് നമ്മുടെ മിററിൽ നോക്കിയിട്ട് ജസ്റ്റ് നമ്മുടെ മുഖത്ത് നോക്കി നമുക്കൊന്ന് ചിരിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഹാപ്പിയാണ് അല്ലെങ്കിൽ ഞാൻ സേഫാണ് എന്ന് നമുക്ക് നമ്മളെ മുഖത്ത് നോക്കി മിററിൽ നോക്കി ഒന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ അത് നമുക്ക് തരുന്ന ഒരു സ്ട്രെങ്ത്തും അത് നമുക്ക് തരുന്ന ഒരു ഹാപ്പിനെസ്സും ഉണ്ടല്ലോ. തുടക്കത്തിൽ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തമാശയാണ് വട്ടാണെന്നൊക്കെ തോന്നും, പക്ഷേ അതൊക്കെ നമ്മുടെ ലൈഫിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. പലർക്കും ഇതൊക്കെ ഇത്രത്തോളം സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും, പക്ഷേ നിങ്ങൾ ആത്മാർത്ഥമായിട്ട്, തമാശയ്ക്കല്ലാതെ ആത്മാർത്ഥമായിട്ട് ഈ ഒരു മിറർ പ്രാക്ടീസൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. ശരിക്കും നല്ല മാറ്റങ്ങൾ നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങും. നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ഫാമിലിയിലും എല്ലാം നമുക്ക്, അതായത് ഇപ്പം നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ സക്സസ്, ഇതിലെല്ലാം ബാധിക്കുന്ന കാര്യങ്ങൾ ഇതുപോലത്തെ ചെറിയ കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ജസ്റ്റ് ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. ഞാനിവിടെ ഒരു വലിയ എക്സസൈസിൻ്റെ കാര്യമല്ല കേട്ടോ പറയുന്നത്. ജസ്റ്റ് നമ്മൾ നല്ല ബിസി ആവുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു 2 റൗണ്ട് നമ്മുടെ ഹാളിൽ കൂടെ ഒന്ന് നടക്കുക. ജസ്റ്റ് ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നതും വളരെ നല്ല കാര്യമാണ്, തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തന്നെയാണ് പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, ഇന്നത്തെ ഡേ ഒന്ന് പ്ലാൻ ചെയ്യാം. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് വലിയ ടു ഡു ലിസ്റ്റുകളെ കുറിച്ചോ ഇന്ന് ചെയ്യാനുള്ള ഭാരിച്ച കാര്യങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല. ഇന്നത്തെ ദിവസം ഹാപ്പി ആയിട്ടും പീസ്ഫുള്ളായിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ചിലപ്പോൾ ഒരുപാട് സമയം നമ്മൾ മൊബൈൽ നോക്കിയിരിക്കുന്ന ആ ശീലം ഇന്ന് സമയം കുറച്ച് കൊണ്ടുവരാനായിരിക്കാം, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പോവില്ല എന്നായിരിക്കാം, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും അഭിപ്രായം പറയാൻ പോവില്ല എന്നായിരിക്കാം, ചെറിയ കാര്യങ്ങൾക്ക് മക്കളുമായിട്ട് വെറുതെ ദേഷ്യപ്പെടില്ല എന്നായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും നമ്മളെ ഹാപ്പി ആയിട്ട്, നമ്മുടെ വീടും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. അത് നമ്മുടെ ടു ഡു ലിസ്റ്റുകളൊക്കെ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അതും എൻ്റെ ഇന്നത്തെ ഒരു ഡ്യൂട്ടി ആണ് എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെ നാളെ തന്നെ ചെയ്തു തുടങ്ങാനല്ല ഞാൻ ഉദ്ദേശിച്ചത്, മറിച്ച് ഇതിൽ ഏത് ഏരിയ ആണോ നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ സ്വയം ചോദിക്കുക. തീർച്ചയായിട്ടും ഉത്തരം കിട്ടും. അതിനനുസരിച്ച് വളരെ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. പതിയെ പതിയെ നിങ്ങളുടെ വലിയ ടു ഡു ലിസ്റ്റുകളും ഹാബിറ്റ്സുകളും എല്ലാം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ലൈഫിൻ്റെ പാർട്ടായിട്ട് മാറും. ഒട്ടും തന്നെ ധൃതി കാണിക്കേണ്ട. ഏതെങ്കിലും ഒരു സിമ്പിൾ സ്റ്റെപ്പ് നാളെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഈ ഒരു പുതിയ വർഷം 2026 നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ മാറ്റത്തിൻ്റെ സമയമായിരിക്കും എന്ന് ഞാൻ ഉറപ്പ് തരാം. ഇതിൽ ഏത് ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറഞ്ഞത് എങ്കിൽ അത് കമൻറ്റിലൂടെ എന്നോടും കൂടെ ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. എന്നും പറയുന്ന പോലെ തന്നെ നമ്മളെപ്പോലുള്ള നിരവധി സ്ത്രീകളുടെ ലൈഫിലേക്ക് ഇത്തരം അറിവുകൾ എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നും സഹകരണം ഉണ്ടാവണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഈ ഒരു വീഡിയോസ് ഷെയർ ചെയ്ത് എത്തിക്കാനും മറക്കരുത് കേട്ടോ. ഒരു കാര്യം ഓർക്കുക, അവർ മോർണിംഗ് ഈസ് not just the start of the day, it is the foundation of our happy and peaceful life. Thank you for watching.